ഹലോ, നമസ്കാരം. ജയ പുളിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ചാനലിലേക്ക്. എൻ്റെ ആദ്യം ശ്രീകൃഷ്ണ ബ്ലോഗായിരുന്നു, അത് മാറ്റി ജയ എന്നാക്കി. അപ്പോൾ വേറെ ഒത്തിരി ജയമാർക്കുടെ വീഡിയോ കയറിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നിർത്തി. ഇപ്പോൾ എൻ്റെ വീട്ടുപേര് വെച്ച് ജയ പുളിക്കൽ ഇന്ന് ആക്കിയിട്ടു. 14 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ ഇടാനുള്ളൊരു മനസ്സ് എനിക്ക് തോന്നുന്നില്ല. കാരണം മനസ്സ് മടിച്ചു. ആദ്യമൊക്കെ നല്ല ഉത്സാഹമായിരുന്നു. ഇപ്പോൾ എന്തോ വല്ലാത്തൊരു വിഷമമായി തുടങ്ങി. കാരണം എല്ലാവരും ഇപ്പോൾ 1 മണി 2 മണിയായി. ഇന്നലെ മാവ് കലക്കി വെച്ചിട്ട് അത് പുളിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നതേ ഉച്ചയായി പപ്പം ചൂടുക. അപ്പോൾ മോൻ ചെറുക്കൻ ചിക്കൻ കൊണ്ടുവരാൻ തോന്നുന്നു. അപ്പോൾ പിള്ളേർക്ക് 4 മണിക്കുള്ള ആയാലോ, രാത്രി ആയാലും കഴിക്കാമല്ലോ. രാത്രി ഞങ്ങളങ്ങനെ ചോറുണ്ണുന്നവരല്ല. പിള്ളേരെ ആയാലും ഞാനായാലും ചേട്ടനായാലും മോളായാലും ഒന്നും ചോറുണ്ണില്ല. അപ്പോൾ അതുകൊണ്ട് കൊച്ചുമക്കളുള്ളൂ എൻ്റെ കൂടെ. ഇളയതുണ്ട് ഭയങ്കര കുസൃതിയാണ്, തടസ്സം ചെയ്തുകൊണ്ടിരിക്കും വീഡിയോ പിടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുന്നുണ്ട്. ഇപ്പോൾ 1.5 ലക്ഷം വ്യൂവേഴ്സായി. സബ്സ്ക്രൈബ് 300 ആയിട്ടില്ല. പക്ഷെ എനിക്ക് വിഷമം. കാരണം കാണുന്നവർ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവുക. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതൊന്നും ചെയ്യണമെന്നില്ല. ഒരാൾ മാത്രമാണ് കമൻറ്റ് ഇതായിട്ട് ചെയ്തുള്ളൂ. അത് ഞങ്ങൾ അങ്ങ് എടുത്ത് കളഞ്ഞു. സുനിൽകുമാർ എന്ന് പറഞ്ഞവൻ. അതാണ് വീഡിയോ പിടിക്കുമ്പോൾ എൻ്റെ വണ്ണം കുറച്ച് കണ്ടിച്ച് വന്നിട്ട് വീഡിയോ പിടിക്കാൻ പറ്റില്ലല്ലോ. ദൈവം തന്നിരിക്കുന്ന. പിന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ നല്ല വണ്ണമുള്ളവരാണ്. ഞങ്ങളൊക്കെ വീഡിയോ പിടിച്ച വരുമാനം കൊണ്ടൊന്നല്ല ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൂലിപ്പണിയെടുത്ത് ജീവിച്ചവരാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ചതാണ്. ഉണ്ടമാനം കഷ്ടപ്പെട്ട് ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയായിരിക്കണം. അപ്പോൾ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, എന്തെങ്കിലും ഒരു വരായ്മ കിട്ടണമെങ്കിൽ കിട്ടട്ടെ. അമ്മ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. കൊച്ചുമോക്കടെ നിർബന്ധാലയാണ് ഈ ചാനൽ തുടങ്ങിയത്. ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാടകയ്ക്ക് കിടക്കണത്. 10-30 വർഷമായിട്ട് വാടകയ്ക്ക് കിടക്കണേ. സ്വന്തമായിട്ട് സ്ഥലമൊന്നുമില്ല. എൻ്റെ കെട്ടിയാൻ സെക്യൂരിറ്റി പണിക്ക് പോയിട്ട് ആ വരുമാനം വാടകയും കൊടുത്ത് പിന്നെ ഞങ്ങൾ ജീവിച്ച് പോണത്. അപ്പോൾ ചാനൽ പിടിക്കുമ്പോൾ അതിനായ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇങ്ങനെ മാറി മാറി പിടിക്കാനുണ്ടാവില്ലല്ലോ. അപ്പോൾ ഷക്കീലയുടെ സുനിൽകുമാർ ഇട്ടത് ഷക്കീലയുടെ ശരീരമാണ്. പിന്നെ ഫിലോമിന നടി, അതിനെയും കുറിച്ചിട്ടു. ഫിലോമിന നടി ഷക്കീലമ്മയൊക്കെ നല്ല നടികളല്ലേ, ഒരു പേരും പ്രശസ്തയായ നടികളല്ലേ. ഷക്കീലമ്മ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കാൻ കയറിയതാ. അവരുടെ ശരീരം വെട്ടിക്കളഞ്ഞിട്ട് അഭിനയിക്കാൻ കയറാൻ പറ്റുമോ? ആർക്കും സാധിക്കില്ലല്ലോ. ഫിലോമിന ആയാലും പഴയ നടി, എന്ത് നല്ല നടി. എത്രയോ അവാർഡുകളൊക്കെ അവർ മേടിച്ച. അവരെ പറ്റിയാണ് കളിയാക്കുന്നത്. എന്നെ പറ്റി പറഞ്ഞാലേ എനിക്ക് എന്നെ കുട്ടി പറഞ്ഞത് എനിക്ക് വിഷമമുണ്ടായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരം വീഡിയോയ്ക്ക് വേണ്ടി വെട്ടിക്കണ്ടിച്ച് കളഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ദൈവം തന്നിരിക്കുന്നതാണ്. അവയവങ്ങളൊന്നും മുറിച്ച് വന്നിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ പിന്നെ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ, എനിക്കുള്ള ഡ്രസ്സ് നല്ല ഇട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. വാടക വീട്ടിലാകുമ്പോൾ അതിനുള്ള സൗകര്യം. കുഞ്ഞു മുറിയില്ലേ, വാടകയല്ലേ കൂട്ടുന്നുള്ളൂ. മുറികൾ വലിപ്പമൊന്നും കൂട്ടില്ല. എല്ലാ ജനുവരിയിലും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വാടകയ്ക്ക് കിടക്കണേലും വിഷമമില്ല. അത് കൊടുക്കാനുള്ളൊരു വരുമാനം ദൈവം, പണിയെടുക്കാനും ദൈവം ആയുസ് ആരോഗ്യം തന്നാൽ മതി എന്നുള്ളൂ. വാടക വീട്ടിലാണെന്ന് പറഞ്ഞാൽ നൊളവിളിച്ച് അങ്ങനെയൊക്കെ കാണിച്ചൊന്നും എനിക്ക് വീഡിയോ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കിടക്കുന്ന വാടക വീട്ടിൽ എല്ലാ ആൾക്കാർക്കും അറിയാം. അപ്പോൾ സുനിൽകുമാർ ഇങ്ങനെ പറഞ്ഞാൽ അവൻ്റെ വീഡിയോ എടുത്ത് കളഞ്ഞു. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ കാണുക, അവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇപ്പം ഞാൻ നിൽക്കുന്ന വേഷമില്ല. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് മുടി ഉണങ്ങി കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ കെട്ടി വെക്കണതാണ് ഇഷ്ടം. അല്ലാണ്ട് മുടി ഇങ്ങനെ അഴിച്ചിട്ടുണ്ട്. കിച്ചണിൽ കയറി കാഞ്ചിപ്പുരം സാരി എടുത്ത് കുറേ ആവരണങ്ങൾ കിട്ടുന്നുണ്ട്. കിച്ചണിൽ ഓരോന്നുണ്ടാക്കി വീഡിയോ കഴിക്കാൻ എനിക്ക് അറിയില്ല. എനിക്ക് എപ്പോഴും മുടി ഇങ്ങനെ മൂടി കെട്ടണം ഇഷ്ടം. കുളി കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ രാവിലെ കുളിച്ചിട്ടെല്ലാം ചെയ്ത്. പിന്നെ എന്നെ ഞങ്ങളുടെ വീഡിയോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഇക്കായുണ്ട്, ഷമീർ അല്ലേ, ഷമീറിക്ക. എവിടെയുള്ളതെന്ന് എനിക്കറിയില്ല. ആയിക്ക ഞങ്ങളുടെ വീഡിയോയിൽ നല്ല കമൻറ്റ് ആണുള്ളത്. പിന്നെ തമിഴ്നാട്ടിലുള്ളൊരു കൊച്ച്, അതിൻ്റെ പേര് ചാനലൊക്കെ ഉള്ള നല്ല രീതിയിലിടുന്നുണ്ട്. അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്നതും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ സഹായിക്കുക. വിഷമമുണ്ട് എനിക്ക്. വീഡിയോ നിർത്തിയാലും എന്തെന്ന് ഞാൻ കൊച്ചിനോട് ചോദിച്ചാൽ, അപ്പോൾ കൊച്ചൊന്നും വേണ്ടാമേ തുടങ്ങിയില്ല, കൊച്ചും കൂടെ ആവട്ടെ, പറ്റില്ലെങ്കിൽ നമുക്ക് നിർത്താമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഫോൺ കംപ്ലൈൻറ്റാണ്. 2 നിർത്തി ഡിസ്പ്ലേ പോയിട്ട് തകർന്നു പോയ ഫോണാണ്. ഒന്നും ചിലപ്പോൾ പുക കളറൊക്കെ ആവുക. വേറെ ഫോണൊക്കെ മേടിച്ചപ്പോൾ വീഡിയോ പിടിക്കാനുള്ള സാമ്പത്തികമുള്ള ഇതിൽ വെച്ച് പിടിക്കുന്നു. കാണുന്നവർ
സഹായിക്കുക, സ്നേഹിക്കുക. വിഷമം ഉണ്ട്. പോട്ടെ. നന്ദി, നമസ്കാരം. ഇടയ്ക്ക് വീഡിയോ മുടങ്ങി പോവാണ്, ക്ഷമിക്കുക. ഇന്ന് ഇത്രയ്ക്കുള്ളൂ. ഇനി ചിക്കൻ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതുണ്ടാക്കി പിള്ളേർക്ക് വൈകുന്നേരം കൊടുക്കണം. എന്നിട്ട് വേണം 2-3 വീഡിയോ ഒക്കെ പിടിച്ചിടാൻ. ഡ്രസ്സൊക്കെ മാറണമല്ലോ, അതൊക്കെ മാറിയിടണം. ഉള്ള ഡ്രസ്സിൽ ഉള്ള സൗന്ദര്യത്തിൽ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. വീഡിയോക്ക് വേണ്ടിയിട്ട് സൗന്ദര്യമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞ ഏകദേശം കഴിഞ്ഞിട്ട് എൻ്റെ ശരീരത്തെ വണ്ണം വീഡിയോക്ക് വേണ്ടിയിട്ട് എനിക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീഡിയോ പിടിക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ